ഒരിക്കൽ ഒരു ആശാരിയും മൂശാരിയും കൂടെ ഒരു തർക്കമുണ്ടായി. ഒരു അയൽക്കാരായിരുന്നു. ആശാരി പറയുന്നത് ആശാരിയുടെ ജോലിയാണ് കേമം എന്നാണ്. മൂശാരി സമ്മതിക്കുമോ? മൂശാരി പറയുന്നത് മൂശാരിയുടെ ജോലിയാണ് നല്ലതെന്നാണ്. ആശാരി പറഞ്ഞു, ഞാൻ എത്ര പാഴ്ത്തടിയാണെങ്കിലും അതുകൊണ്ട് എത്ര മനോഹരമായ ശില്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. അടുക്കളയിലെ തവി മുതൽ പാടത്ത് കലപ്പ വരെ ഞാൻ ഉണ്ടാക്കും. ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ എന്തായിരുന്നു എന്നെ സ്ഥിതി? മൂശാരി പറഞ്ഞു, നിന്റെ തടിസാമാനങ്ങൾ ഒരു തീ പിടിച്ചാൽ കത്തിപ്പോവും. എൻ്റെ അങ്ങനെയാണോ? ഞാൻ ലോഹങ്ങൾ കൊണ്ട് കത്തിയും തൂമ്പയും ഒക്കെ ഉണ്ടാക്കും. ശില്പങ്ങളും വേണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. തീ പിടിച്ചാലും ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കത്തിപ്പോവില്ല. അപ്പോൾ ആശാരി പറഞ്ഞു, തീ പിടിച്ചില്ലെങ്കിൽ എന്താ? നനഞ്ഞാൽ നീ ഉണ്ടാക്കുന്നതൊക്കെ തുരുമ്പ് പിടിച്ചോ ക്ലാവ് പിടിച്ചോ ഒക്കെ പോവില്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വലിയ തർക്കവും വഴക്കുമായി. അങ്ങനെ രണ്ടുപേരോട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രാജാവിൻ്റെ അടുത്തെത്തി. രാജാവിൻ്റെ അടുത്ത് ചെന്ന് രണ്ടുപേരുടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദമാണ്. ഞാനാണ് മിടുക്കൻ എന്ന് രണ്ടുപേരും വമ്പത്തം പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും 1 മാസം സമയം തരാം. 1 മാസം കൊണ്ട് നിങ്ങളെക്കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും മനോഹരമായ വസ്തു നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവാ. അതിലേതാണോ മികച്ചത് അതുണ്ടാക്കിയ ആളും മിടുക്കനാണെന്ന് ഞാൻ സമ്മതിക്കാം. അങ്ങനെ ഈ ആശാരിയും മൂശാരിയും തിരിച്ചുപോയി അവരുടെ പണി തുടങ്ങി. 1 മാസം കഴിഞ്ഞു. ആദ്യം എത്തിയത് ആശാരിയാണ്. അയാൾ തടി കൊണ്ടുള്ള വലിയൊരു മീനെയാണ് കൊണ്ടുവന്നത്. നല്ല ഭംഗിയുള്ളൊരു മീൻ. കണ്ട എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. രാജാവ് ചോദിച്ചു, ഈ മീൻ എന്താ പ്രത്യേകത? നല്ല ഭംഗിയുണ്ടല്ലോ ഇതിനെ കാണാൻ. അപ്പോൾ ആശാരി പറഞ്ഞു, ഇത് സാധാരണ മീനല്ല, ഇതിൻ്റെ ഉള്ളു പൊള്ളയാണ്. ഇതിൽ അങ്ങേക്ക് 10 ചാക്ക് നെല്ല് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. മാത്രമല്ല ഇത് വെള്ളത്തിലിട്ടാൽ നീന്തുകയും ചെയ്യും. രാജാവിന് അത്ര വിശ്വാസം വന്നില്ല. ഉള്ളു പൊള്ളയാണ്, അതിൽ നെല്ല് സംഭരിക്കാമെന്ന് പറഞ്ഞത് ശരി, ഗുണമുണ്ട്, കാണാനും ഭംഗിയുണ്ട്. ഇയാൾ നിർമ്മിച്ച ഉൽപ്പന്നം വളരെ മനോഹരമാണെന്ന് സമ്മതിക്കാം. പക്ഷേ തടി കൊണ്ടുണ്ടാക്കിയ ഒരു മീന് വെള്ളത്തിലിട്ടാൽ എങ്ങനെ നീന്തും? രാജാവ് ഇത് പരീക്ഷിക്കാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ സേവകരോട് പറഞ്ഞു, അവർ കുറേ നെല്ല് കൊണ്ടുവന്ന് ഈ മീനകത്ത് നിറച്ചു. അതിനുശേഷം മീനെടുത്ത് വെള്ളത്തിലിട്ടതും അത് വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കാൻ തുടങ്ങി. ഇത് എല്ലാവരെയും വളരെയധികം അത്ഭുതപ്പെടുത്തി. ഈ ആശാരി വളരെ മിടുക്കനാണെന്നും ഇയാൾ വിജയിച്ചുവെന്നും എല്ലാവരും പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ മൂശാരിയുടെ വരവ്. ഒരു ലോഹ കുതിര ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു അയാളുടെ വരവ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും അയാളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇവിടെ ആശാരിയാണെങ്കിൽ മനോഹരമായ മീനെ നിർമ്മിച്ച് എല്ലാവരുടെയും ഹൃദയം കവർന്ന് നിൽപ്പാണ്. മൂശാരി തോറ്റു എന്ന് തന്നെ എല്ലാവരും കരുതി. മൂശാരി പറഞ്ഞു, ഇതൊരു സാധാരണ കുതിരയല്ല. അങ്ങ് നോക്കൂ, ഇതിൻ്റെ തലയുടെ പിൻവശത്തായിട്ട് 26 ആണികൾ ഞാൻ തറച്ചിട്ടുണ്ട്. ഈ ആണികൾ വലത്തോട്ട് തിരിച്ചാൽ കുതിര പറക്കുകയും ഇടത്തോട്ട് തിരിച്ചാൽ കുതിര താഴേക്ക് വരികയും ചെയ്യും. മാത്രമല്ല, 1ാമത്തെ ആണിയാണ് തിരിക്കുന്നതെങ്കിൽ കുതിരയ്ക്ക് വേഗത വളരെ കുറവായിരിക്കും. 2ാമത്തെ ആണി തിരിക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ വേഗത്തിൽ കുതിര പറക്കും. 26ാമത്തെ ആണിയാണ് തിരിക്കുന്നതെങ്കിൽ കുതിര മിന്നൽ വേഗത്തിൽ പറക്കും. രാജാവിന് ഇതത്ര വിശ്വാസം വന്നില്ല. രാജാവ് അവിടെ നിന്ന് പലരോടും ഈ കുതിരപ്പുറത്തൊന്ന് കയറി പറന്ന് കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ആർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പേടിയാണ്. കുതിര മുകളിലേക്ക് പറന്നിട്ട് തകർന്ന് വീണാലോ, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറുന്ന ആൾ അതിന്മേൽ നിന്ന് തെന്നി വീണാലോ? ഇത് പറക്കുമെന്ന് തന്നെ എന്താണ് ഉറപ്പ്? അങ്ങനെ എല്ലാവരും മടിച്ചു നിന്നപ്പോൾ മൂശാരി പറഞ്ഞു, ഞാൻ തന്നെ പറന്ന് കാണിക്കാം. അങ്ങനെ മൂശാരി ഈ കുതിരപ്പുറത്ത് കയറി ആണി തിരിച്ചു. കുതിര ആകാശത്തേക്ക് പറന്നു പൊങ്ങി. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഒരു വട്ടം ചുറ്റിയിട്ട് കുതിര താഴേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും ഇത് വലിയ അത്ഭുതകരമായൊരു കാര്യമാണ് എന്ന് കരുതി. പക്ഷേ രാജാവ് പറഞ്ഞു, ഇതുകൊണ്ട് എന്ത് പ്രയോജനം? മൂശാരി പറഞ്ഞു, ഇതുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്. അങ്ങേക്ക് നാട് കാണാം, അങ്ങേക്ക് അങ്ങയുടെ ശത്രുക്കളെ ദൂരെ നിന്നേ കണ്ടുപിടിക്കാൻ പറ്റും, കൊട്ടാരത്തിലെ കാവലിന് പറ്റും, അങ്ങനെ എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്. രാജാവിന് ഇതത്ര ബോധ്യമായില്ല. അപ്പോഴാണ് രാജകുമാരൻ അങ്ങോട്ട് വന്നത്. രാജകുമാരൻ മട്ടുപ്പാവിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, എനിക്ക് ഈ കുതിരപ്പുറത്തുനിന്ന് കയറാൻ തോന്നുന്നു. രാജാവ് സമ്മതിച്ചില്ല. രാജാവ് പറഞ്ഞു, മകനെ, അപകടമാണ്. ഈ കുതിര എത്ര ദൂരം പോകുമെന്നോ ഇതിനെത്ര ബലമുണ്ടെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെങ്ങാനും തകർന്ന് വീണാൽ നിൻ്റെ കാര്യം എന്താവും? പക്ഷേ രാജകുമാരൻ വാശി പിടിക്കാൻ തുടങ്ങി. അവന് കുതിരപ്പുറത്ത് കയറിയേ തീരൂ. അവസാനം രാജാവ് മകൻ്റെ വാശിക്ക് കീഴടങ്ങി. രാജകുമാരൻ കുതിരപ്പുറത്ത് കയറി. ആദ്യം അവൻ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഒന്ന് ചുറ്റി. താൻ വസിക്കുന്ന കൊട്ടാരം, അതിന് ചുറ്റുമുള്ള പൂന്തോട്ടം, അതിന് ചുറ്റുമുള്ള പട്ടണം, അതിനും ചുറ്റുമുള്ള ഗ്രാമങ്ങൾ ഒക്കെ വളരെ ഉയരെ നിന്ന് രാജകുമാരൻ നോക്കിക്കണ്ടു. അവന് ആ കാഴ്ച വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദൂരേക്ക് പോകാം എന്ന് കരുതി അവൻ കുതിരയുടെ വേഗം കൂട്ടി. അങ്ങനെ പറന്ന് അവൻ കുറേ ദൂരെ ചെന്നു. ദൂരെ ഒരു പട്ടണത്തിലെത്തി. താഴേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ കൊട്ടാരത്തിനേക്കാൾ വലിയ ഒരു കൊട്ടാരം കണ്ടു. അത് ഏത് രാജ്യമാണ് എന്ന് അന്വേഷിക്കണം എന്നവന് തോന്നി. അങ്ങനെ അവൻ താഴെ ഇറങ്ങി.
ആൾത്തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്ത് തൻ്റെ കുതിരയെ നിർത്തി. അത് മറ്റാരും കാണാതിരിക്കാൻ ഒരു പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു. എന്നിട്ട് മുന്നോട്ട് നടന്നു. നഗരത്തിലെ ജനങ്ങളോട് സംസാരിച്ചു. ആ നാടിൻ്റെ പേരും അവിടുത്തെ രീതികളും ഒക്കെ അവൻ മനസ്സിലാക്കി. അങ്ങനെ കുറേ ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ച് ഇന്ന് ഈ നഗരത്തിൽ താമസിക്കാം. അങ്ങനെ രാജകുമാരൻ അന്ന് അവിടെ ഒരു സത്രത്തിൽ മുറിയെടുക്കുകയും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ വിശ്രമിക്കുകയും ചെയ്തു. വൈകുന്നേരം പോകാം എന്ന് കരുതി പുറത്തിറങ്ങുമ്പോൾ ആ നഗരത്തിലെ ജനങ്ങളെല്ലാം ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ രാജകുമാരൻ അവിടെ നിന്ന് ആൾക്കാരോട് എന്തിനാണ് ഈ ആൾക്കാരൊക്കെ ആകാശത്തേക്ക് നോക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ രാജാവിനെ കാത്തു നിൽക്കുകയാണ്, രാജാവിനെ കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ രാജകുമാരൻ്റെ മുകളിലേക്ക് നോക്കി, അവിടെ അങ്ങ് ആരെയും കണ്ടില്ല. അപ്പോൾ ഈ രാജാവ് എങ്ങനെയാണ് മുകളിൽ വരുന്നത് എന്ന് രാജകുമാരൻ അത്ഭുതം തോന്നി. അദ്ദേഹം ജനങ്ങളോട് ഈ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് ഒരു കാര്യം രാജകുമാരൻ അറിഞ്ഞത്. ഈ രാജ്യത്ത് ഒരു രാജകുമാരിയുണ്ട്, അതിസുന്ദരിയായ ഒരു രാജകുമാരി. ഈ രാജകുമാരിയെ മറ്റാരും കാണുന്നത് രാജാവിന് ഇഷ്ടമല്ല. അവളെ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ആകാശത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് അവളെ അവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. രാജാവിന് മായാവിയായൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ സഹായത്താലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ രാജാവ് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ തൻ്റെ ഭരണകാര്യങ്ങളൊക്കെ നിർവഹിച്ച് തിരക്കൊഴിഞ്ഞതിന് ശേഷം മകളെ കാണാൻ വേണ്ടിയിട്ട് ഈ കൊട്ടാരത്തിലേക്ക് പോകും. അദ്ദേഹത്തിനൊരു പറക്കുന്ന തേരുണ്ട്. ആ തേരിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഈ ജനങ്ങളൊക്കെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്. അങ്ങനെ രാജകുമാരൻ്റെ മുകളിലേക്ക് നോക്കി നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ രാജാവ് തൻ്റെ പറക്കുന്ന തേരിൽ പോകുന്നത് ഇവനും കണ്ടു. അപ്പോൾ ഈ രാജകുമാരിയെ കൂടെ ഒന്ന് കാണണം എന്ന് ഇവന് തോന്നി. കുറേ നേരം കൂടെ കാത്തു നിന്നപ്പോൾ രാജാവ് മകളെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതും അവൻ കണ്ടു. അപ്പോൾ അവൻ തൻ്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് മറ്റാരും കാണാതെ ഈ കൊട്ടാരം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ മേഘങ്ങൾക്കിടയ്ക്ക് വളരെ മനോഹരമായൊരു വലിയ കൊട്ടാരവും കണ്ടു. അതിന് കാവൽക്കാരോ വാതിലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ആരും വരില്ല എന്ന് രാജാവിന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ അകത്തേക്ക് കടക്കുകയും അവിടെ രാജകുമാരിയെ കാണുകയും ചെയ്തു. രാജകുമാരി അതീവ സുന്ദരിയായിരുന്നു. കണ്ട മാത്രയിൽ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. രാജകുമാരി വിചാരിച്ചത് തൻ്റെ പിതാവിന് കൊട്ടാരം ഉണ്ടാക്കാൻ സഹായിച്ച മായാവിയാണ് എന്നാണ്. അതുകൊണ്ട് രാജകുമാരി ദേഷ്യപ്പെട്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ നല്ല പണിയാണ് കാണിച്ചത്. എൻ്റെ പിതാവിന് ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ജനങ്ങളെ കണ്ടിട്ട് എത്ര കാലമായി. എനിക്ക് മനുഷ്യരുടെ ഇടയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കാണുന്ന ചെറിയ ചെറിയ മനുഷ്യരെ അല്ലാതെ എനിക്ക് മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നെ പിതാവ് താഴേക്ക് കൊണ്ടുവരുന്നതേ ഇല്ല. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഞാൻ നീ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ മറ്റൊരു രാജ്യത്തെ രാജകുമാരനാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടു. അന്ന് കുറേ നേരം സംസാരിച്ചു. നേരം വെളുക്കാറായപ്പോഴേക്കും ഈ രാജകുമാരൻ തിരിച്ചുപോയി. പിറ്റേന്ന് രാജാവ് രാജകുമാരിയെ കാണാൻ ചെന്നപ്പോൾ അവളുടെ ഭാവത്തിൽ ഒരു വ്യത്യാസം കണ്ടു. ഇവളെ മറ്റാരോ കാണാൻ വന്നു എന്ന് രാജാവിന് സംശയം തോന്നി. അദ്ദേഹം അത് മകളോട് ചോദിച്ചെങ്കിലും അവൾ ഇവിടെ അങ്ങ് ആരും വന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ രാജാവിന് വല്ലാത്ത സംശയം തോന്നിയതിനാൽ അദ്ദേഹം താഴെ ചെന്ന് തൻ്റെ മന്ത്രിമാരുടെ ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞു. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, അങ്ങേക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ 2 കാവൽക്കാരെ നിർത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ രാജാവ് വീണ്ടും 2 കാവൽക്കാരെയും കൊണ്ട് തൻ്റെ തേരിൽ ഈ കൊട്ടാരത്തിലേക്ക് പോവുകയും കവാടത്തിൽ 2 പേരെയും കാവൽ നിർത്തുകയും ചെയ്തു. പക്ഷേ വളരെ മടിയന്മാരായ 2 കാവൽക്കാരായിരുന്നു ഇവർ. മാത്രമല്ല ആകാശത്ത് നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം സന്ധ്യ ആയപ്പോഴേ അവർ 2 പേരും ഉറങ്ങിപ്പോയി. അന്നും രാജകുമാരൻ വന്നു. രാജകുമാരുടെ അടുത്ത് കുറച്ച് നേരം ചിലവിട്ടു തിരിച്ചുപോയി. പിറ്റേന്ന് രാജാവിന് വീണ്ടും സംശയം തോന്നി. മകളുടെ പെരുമാറ്റം പഴയതുപോലെ അല്ല, അവളെന്തോ ഒളിക്കുന്നുണ്ട്. ആരോ വന്നു എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും തൻ്റെ മന്ത്രിമാരോട് കൂടി ആലോചിച്ചു. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കൊട്ടാരത്തിൻ്റെ വാതിലിലും തറയിലും കസേരയിലും ഒക്കെ നമുക്ക് കുറച്ച് ചായം പുരട്ടി വെക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ അവർ ഉടുപ്പിൽ ചായം പറ്റും. നാളെ നഗരത്തിലിറങ്ങി നമുക്കൊന്ന് നോക്കാം. ആരുടെയെങ്കിലും ഉടുപ്പിൽ ചായം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും രാജകുമാരിയെ കാണാൻ വരുന്നത്. അങ്ങനെ രാജാവ് അപ്പോൾ തന്നെ കുറച്ച് ചായവുമായിട്ട് വീണ്ടും രാജകുമാരിയുടെ അടുത്തേക്ക് പോവുകയും അവളുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടുത്തെ കസേരകളിലും വാതിലുകളിലും ഒക്കെ ചായം പുരട്ടുകയും ചെയ്തു. അന്ന് രാജകുമാരൻ വന്നു. ഇവളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. തിരിച്ചുപോയി തൻ്റെ സത്രത്തിൽ കയറി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഉടുപ്പിലൊക്കെ ചായം പറ്റിയിരിക്കുന്നത് രാജകുമാരൻ കണ്ടത്. ഇതിലൊരു ചതിയുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ ഉടൻ തന്നെ ആ വില കൂടിയ ഉടുപ്പുകളൊക്കെ ഊരി ഒരു പൊതിയാക്കി ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. കുറേ ദൂരെയാണ് അവനത് കൊണ്ടുപോയി കളഞ്ഞത്. എന്നിട്ട് അവൻ നല്ല ഉടുപ്പുകളൊക്കെ ധരിച്ച് വീണ്ടും സത്രത്തിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാജഭടന്മാർ ഉടുപ്പിൽ ചായം പറ്റിച്ച് ആരെങ്കിലും നഗരത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നഗരത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു യാചകൻ നിറയെ ചായം പറ്റി ഉടുപ്പ് വിട്ട് ഭിക്ഷ യാചിക്കുന്നത് കണ്ടു.
ഇവരുടൻ തന്നെ അയാളെ പിടിച്ച് രാജകൊട്ടാരത്തിൽ ഹാജരാക്കി. രാജാവ് പറഞ്ഞു, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഞാൻ മേഘമാലകൾക്കിടയിൽ താമസിപ്പിച്ചിരിക്കുന്ന എൻ്റെ മകളെ പോയി കണ്ടത്? ഇതിനെ ഞാൻ കൊല്ലാൻ വിധിക്കുകയാണ്. യാചകൻ പറഞ്ഞു, അയ്യോ അങ്ങുന്നേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഇത് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഉടുപ്പുകൾ. ഇത് വളരെ വില കൂടിയതും നല്ലതുമായ ഉടുപ്പുകളായതുകൊണ്ട് ഇച്ചിരി ചായം പറ്റിയെങ്കിലും കുഴപ്പമില്ല, ഇട്ടേക്കാമെന്ന് കരുതി ഞാൻ ഇട്ടതാണ്. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ രാജാവ് ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഈ യാചകനെ ഉടൻ തന്നെ തൂക്കിക്കൊല്ലാൻ അദ്ദേഹം വിധിച്ചു. അങ്ങനെ ഈ യാചകനെ നഗരമധ്യത്തിൽ തൂക്കിലേറ്റാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചുകൂടി. എല്ലാവരും ഇത് വളരെ വലിയൊരു അനീതിയാണ് എന്ന് പരസ്പരം പറഞ്ഞു. ഈ യാചകൻ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ആരും വിശ്വസിച്ചില്ല. സത്രത്തിലിരിക്കുക എന്ന രാജകുമാരനും ഇതറിഞ്ഞു. താൻ കാരണം ഒരു പാവപ്പെട്ട വൃദ്ധൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അവനുടൻ തന്നെ ഈ ആരാച്ചാരുടെ അടുത്തേക്ക് ഓടിയെത്തുകയും താനാണ് രാജകുമാരിയെ കണ്ടത്, ഈ യാചകനല്ല, ഈ വസ്ത്രങ്ങൾ തൻ്റേതാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഈ വധശിക്ഷ നിർത്തിവെച്ചിട്ട് ആരാച്ചാർ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയും രാജാവിനോട് ഈ കുറ്റവാളിയെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. രാജാവ് ഉടൻ തന്നെ ആരാച്ചാരോട് അങ്ങനെയാണെങ്കിൽ ഇവനെ പിടിച്ച് തൂക്കിലേറ്റാൻ പറഞ്ഞു. ആരാച്ചാര് രാജകുമാരനെ തൂക്കിലേറ്റാൻ വേണ്ടി അവനെ പിടിച്ചതും അവൻ തൻ്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി അവിടുന്ന് വേഗം രക്ഷപ്പെട്ടു. അവൻ നേരെ മേഘമാലകൾക്കിടയിലെ കൊട്ടാരത്തിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നവൻ രാജകുമാരിയോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ വരാം, അല്ലെങ്കിൽ പിന്നെ നിന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ രാജകുമാരി പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കണ്ട. എൻ്റെ പിതാവ് ഒരിക്കലും എന്നെ ഇവിടുന്ന് മനുഷ്യരുടെ അടുത്തേക്ക് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടുന്ന് മറ്റെങ്ങോട്ടേക്കും വിടാൻ അദ്ദേഹം അനുവദിക്കുകയില്ല. ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരികയാണ്. അങ്ങനെ രാജകുമാരിയും കൂടെ ഈ കുതിരപ്പുറത്ത് കയറി. അങ്ങനെ അവർ അവിടുന്ന് വേഗം രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ ദൂരം പോയി. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ രാജകുമാരി പറഞ്ഞു, അയ്യോ എനിക്ക് തിരിച്ചു പോകണം. കാരണം എൻ്റെ അമ്മ മരണസമയത്ത് എനിക്ക് കുറച്ച് ആഭരണങ്ങൾ തന്നിരുന്നു. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് ഈ ആഭരണങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ വെച്ച് മറന്നുപോയി, എനിക്ക് തിരിച്ചെടുക്കണം. അപ്പോൾ ഈ രാജകുമാരൻ പറഞ്ഞു, അത് പറ്റില്ല, ഇനി അങ്ങോട്ട് പോകുന്ന അപകടമാണ്. അപ്പോൾ രാജകുമാരി പറഞ്ഞില്ല, ഇല്ല ഇപ്പോൾ അപകടമൊന്നുമില്ല, കാരണം എൻ്റെ പിതാവ് എന്നെ കാണാൻ വരുന്ന സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയുടെ ഒപ്പം വന്ന വിവരം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ചെന്ന് ഇപ്പോൾ തന്നെ എൻ്റെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് ഓടി വരാം. ഈ കുതിരയുടെ 26ാമത്തെ ആണി തിരിച്ചാൽ നല്ല വേഗതയുണ്ടെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഞാൻ മിന്നൽ വേഗത്തിൽ പോയിട്ട് വരാം. അതുവരെ അങ്ങ് ഇവിടെ വിശ്രമിച്ചാൽ മതി. എനിക്കാണെങ്കിൽ ഈ കൊട്ടാരത്തിലെ ഊട് വഴികളൊക്കെ നന്നായിട്ട് അറിയാം. ഇതുവഴി കടക്കണമെന്നും ഇതുവഴി ഇറങ്ങണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ രാജകുമാരനെ താഴെ ഇറക്കി ഒരു മരച്ചുവട്ടിലിരുത്തിയിട്ട് ഈ രാജകുമാരി ഈ കുതിരപ്പുറത്ത് ഈ ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. എന്നാൽ താൻ തൂക്കിലേറ്റാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ ഒരു പറക്കം കുതിരപ്പുറത്ത് പോയ വിവരം പറഞ്ഞ രാജാവിന് ഉടൻ തന്നെ ഒരു ആപത്ശങ്ക തോന്നിയിരുന്നു. അവനാണ് തൻ്റെ മകളെ കാണാൻ വന്നിട്ടുള്ളത് എങ്കിൽ ഈ കുതിരപ്പുറത്ത് അവൻ അവളെയും കൊണ്ടുപോയി കാണും എന്ന് രാജാവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് രാജാവ് വേഗം ആ കൊട്ടാരത്തിലെത്തുകയും അവിടെ തൻ്റെ മകളില്ല എന്നറിഞ്ഞ് വല്ലാതെ വിഷമിക്കുകയും ചെയ്തു. അപ്പോഴാണ് പറക്കും കുതിരപ്പുറത്ത് തൻ്റെ മകൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്ന അദ്ദേഹം കണ്ടത്. അവൾ കൊട്ടാരത്തിൽ കടന്ന ഉടനെ അദ്ദേഹം വാതിലുകളെല്ലാം അടച്ച് അവളെ അതിനുള്ളിൽ പൂട്ടിയിടുകയും ഈ പറക്കം കുതിരയെ എടുത്തിട്ട് അവിടുത്തെ ഒരു നിലവറയിൽ കൊണ്ടുപോയി കളയുകയും ചെയ്തു. ആ കുതിര എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഈ രാജാവിനെ അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പറത്താൻ അയാൾക്ക് പറ്റില്ല. അങ്ങനെ രാജകുമാരി ഇവിടുത്തെ അടവിലായി. രാജകുമാരനാണെങ്കിൽ ഇവളിപ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞു. അവൾക്ക് എന്തോ അപകടം പറ്റി എന്ന് രാജകുമാരന് മനസ്സിലായി. അവൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് നടന്നു പോയി അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് കരുതി രാജകുമാരൻ മുന്നോട്ട് നടന്നു. അവന് വഴി തിട്ടമുണ്ടായിരുന്നില്ല. ഏത് ദിക്കിലേക്ക് പോയാലാണ് രാജകുമാരിയുടെ അടുത്ത് എത്തുക എന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും അവൻ മുന്നോട്ട് തന്നെ നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ വല്ലാതെ വിശന്നു. ആ കാട് ഒരു വരണ്ട കാടായിരുന്നു. ഉണങ്ങിയ മരങ്ങളല്ലാതെ അവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും പച്ചപ്പുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കുളവും ആ കുളത്തിന് നടുക്കായിട്ട് ഒരു ചെറിയ തുരുത്തവും കണ്ടു. കുളത്തിലിറങ്ങി നടന്നു പോയാലേ ഈ തുരുത്തിലെത്താൻ പറ്റുള്ളൂ. അവൻ ആ കുളത്തിലിറങ്ങി, അത് ആഴമൊന്നും ഉണ്ടായിരുന്നില്ല, നടന്ന് അക്കരെ കയറി. അപ്പോൾ അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങൾക്ക് പച്ചപ്പുണ്ടായിരുന്നു, പൂക്കളുണ്ടായിരുന്നു, പഴങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ പേരമരവും ഒരു വലിയ മാവും ഉണ്ടായിരുന്നു. അവന് വിശന്നപ്പോൾ ആദ്യം മാങ്ങകളാണ് പറിച്ചു തിന്നത്. കുറേ പഴുത്ത മാങ്ങകൾ അവൻ പറിച്ചു തിന്നു. കുറേ ദൂരമായിട്ട് നടക്കുകയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചപ്പോഴും അവന് ഉറക്കം വന്നു. അങ്ങനെ അവൻ ആ മാവും ചോട്ടിലിരുന്ന് ഉറങ്ങുകയും ചെയ്തു. ഉണർന്നപ്പോൾ തൻ്റെ ദേഹത്തെന്തോ മാറ്റം സംഭവിച്ചായിട്ട് അവന് തോന്നി.
അവൻ തൻ്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ കൈകൾ നിറയെ വെളുത്ത രോമങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. മുഖത്ത് തൊട്ട് നോക്കിയപ്പോൾ മുഖത്ത് നീണ്ട താടിയും മീശയും ഒക്കെ വന്നിട്ടുണ്ട്. മുടി നീണ്ടിട്ടുണ്ട്, ഒക്കെ വെളുത്ത് നരച്ചിരിക്കുന്നു. അവൻ വല്ലാതെ വിഷമിച്ചു പോയി. എന്ത് ചെയ്യണം എന്ന് അവനൊരു രൂപവും കിട്ടില്ല. എന്തുകൊണ്ടാണ് തൻ്റെ രൂപം ഇങ്ങനെ മാറിയത് എന്നും അവന് മനസ്സിലായില്ല. എന്തായാലും മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൻ ആ ദ്വീപിൽ തന്നെ കുറേ നേരം ഇരുന്നു. അപ്പോൾ വീണ്ടും വിശന്നു. അപ്പോൾ അവൻ പേരയ്ക്ക പറിച്ചു തിന്നു. പേരയ്ക്ക പറിച്ചു തിന്നിട്ട് അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങി. എഴുന്നേൽക്കുമ്പോൾ തൻ്റെ തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. തൊട്ട് നോക്കിയപ്പോൾ തലയിൽ 2 കൊമ്പുകൾ വന്നിരിക്കുന്നു. അവനാകെ വിഷമിച്ചു പോയി. ഇനി എന്ത് ചെയ്യും? തൻ്റെ രാജകുമാരി അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ തൻ്റെ ഈ രൂപം കൊണ്ട് അവൾക്ക് തന്നെ തിരിച്ചറിയുമോ എന്നൊക്കെ അവന് സംശയം തോന്നി. വിഷമിച്ച് അവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങിയപ്പോൾ മരത്തിന് മുകളിൽ നിന്ന് അവനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇത് രാക്ഷസന്മാരുടെ കാടാണ്. രാക്ഷസന്മാരെ ഒരു യാത്ര പോയിരിക്കണം, ഒരാഴ്ച കഴിഞ്ഞ് അവർ വരും. ഈ പഴങ്ങൾ അവർ മനുഷ്യരെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പഴങ്ങളാണ്. ഇത് കഴിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ വരും. പേടിക്കേണ്ട, ആ മരത്തിന് താഴെ ഉണങ്ങിയ പഴങ്ങൾ കാണും. ആ ഉണങ്ങിയ പഴങ്ങൾ വലിയ രുചിയൊന്നുമില്ലെങ്കിലും കടിച്ച് ചവച്ച് തിന്നാൽ മതി, ഇതൊക്കെ മാറിക്കൊള്ളും. ഉടൻ തന്നെ രാജകുമാരൻ ആ മാവിൻ ചുവട്ടിൽ നോക്കിയപ്പോൾ കുറേ പഴുത്ത മാങ്ങകൾ വീണ് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. പേരയ്ക്കകളും അതുപോലെ കിടപ്പുണ്ടായിരുന്നു. അവ രണ്ടും പിറക്കി കടിച്ച് ചവച്ച് തിന്നു. എന്നിട്ട് ഒന്നുകൂടി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവൻ്റെ കൊമ്പും മുഖത്തെ രോമങ്ങളും ഒക്കെ പോയി. എന്തായാലും തനിക്കിത് ഉപകരിക്കും എന്ന് മനസ്സിലാക്കിയ അവൻ അവിടെ നിന്ന് കുറേ ഇലകളും കമ്പുകളൊക്കെ പറിച്ചൊരു കൂട ഉണ്ടാക്കിയിട്ട് ആ കൂടയിൽ കുറേ മാങ്ങകളും പേരയ്ക്കകളും ഉണങ്ങിയ മാങ്ങകളും ഉണങ്ങിയ പേരയ്ക്കകളും ഒക്കെ പറിച്ചിട്ടിട്ട് അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. വിശക്കുമ്പോൾ അവന് കഴിക്കാൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവനത് കഴിക്കും, ഉറങ്ങുമ്പോൾ അവന് രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ അവൻ ഈ ഉണങ്ങിയ പഴങ്ങൾ തിന്ന് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ കുറേ ദൂരം നടന്ന് അവനൊരു വഴി കണ്ടുപിടിച്ചു. ആ വഴിയിലൂടെ ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവൻ കുറച്ച് നേരം അവിടെ നിന്നപ്പം ഒരു കഴുതപ്പുറത്ത് ഒരാൾ വരുന്നത് കണ്ടു. അവന് അയാളെ തടഞ്ഞു നിർത്തി അയാളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചതിൽ നിന്ന് അവന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഒന്നാമത് ഇതൊരു കാട്ടുപാതയാണ്, ഇവിടെ ആരും താമസമില്ല. രണ്ടാമത് ഈ വഴിയിലൂടെ വടക്കോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ സ്വന്തം രാജ്യത്തെത്തും, തെക്കോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ രാജകുമാരുടെ രാജ്യത്തെത്തും. അവൻ ആദ്യം വടക്കോട്ട് പോയി തൻ്റെ രാജ്യത്തെത്താമെന്ന് തീരുമാനിച്ചു. പക്ഷേ പിന്നീട് വിചാരിച്ചു, കുതിരയും നഷ്ടപ്പെട്ടു, രാജകുമാരിയും നഷ്ടപ്പെട്ടു. അങ്ങനെ ഒന്നുമില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത് ശരിയല്ല, അതുകൊണ്ട് തെക്കോട്ട് തന്നെ പോകാം. അങ്ങനെ അവൻ തെക്കോട്ട് പോകാൻ തീരുമാനിച്ചു. തെക്കോട്ട് അവൻ നടന്നു തുടങ്ങി. കഠിനമായ വഴിയായിരുന്നു, നല്ല വെയിൽ. അങ്ങനെ നടന്നപ്പോൾ പിന്നിൽ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ വലിയൊരു സംഘം ആൾക്കാർ കുതിരപ്പുറത്ത് വരികയാണ്. വളരെ നല്ല തിളങ്ങുന്ന വേഷമൊക്കെ ഇട്ട കുറേ ആൾക്കാർ, പടയാളികളാണ്. മുന്നിൽ കുറേ പടയാളികളുണ്ട്, പിന്നെ ഒരു രഥം, കുതിരകൾ വലിക്കുന്നൊരു രഥമുണ്ട്, അതിൻ്റെ പിന്നിലും കുറേ പടയാളികളുണ്ട്. ഈ പടയാളികൾ ഇവനെ കടന്നുപോയി. അപ്പോൾ ഈ രഥത്തിലുള്ളത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നത് കണ്ടു. വളരെ തിളങ്ങുന്ന വേഷമൊക്കെ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. അത് ഏതോ ഒരു രാജ്യത്തെ രാജകുമാരനാണ് എന്ന് നമ്മളുടെ രാജകുമാരന് മനസ്സിലായി. അപ്പോൾ ഈ തേരിലിരുന്ന രാജകുമാരൻ ഇവനെ നോക്കുകയും എന്നിട്ട് തൻ്റെ പടയാളികളോട് എന്തോ പറയുകയും ചെയ്തു. അപ്പോൾ പടയാളികളിൽ ഒരാൾ ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ നിൻ്റെ കൂടയിലുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു വഴിപോക്കനാണ്, വഴി തെറ്റി നടന്നു വരികയാണ്. എൻ്റെ കൂടെയുള്ള കുറച്ച് പഴങ്ങളാണ് ഞാൻ വഴിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ പടയാളി ചോദിച്ചു, അതിലെന്ത് പഴങ്ങളാണ് ഉള്ളത്? അവൻ പറഞ്ഞു, ഇതിൽ കുറച്ച് മാങ്ങകളും ഉണ്ട്, പേരയ്ക്കകളും ഉണ്ട്. പടയാളി പറഞ്ഞു, ഉടൻ തന്നെ അത് ഞങ്ങളുടെ രാജകുമാരന് കൊടുക്കണം, ഞങ്ങളുടെ രാജകുമാരന് മാങ്ങകളും പേരയ്ക്കകളും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇതെനിക്ക് തരാൻ പറ്റില്ല, കാരണം എനിക്ക് കഴിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കാട്ടിൽ നിന്ന് ശേഖരിച്ചാണിത്. രാജകുമാരന് ഇതിലും നല്ല പഴങ്ങൾ കിട്ടുമല്ലോ, ഞാനൊരു പാവപ്പെട്ടവനല്ലേ, എനിക്ക് ഇതേ ഉള്ളൂ. അപ്പോൾ ഈ പടയാളി പറഞ്ഞു, രാജകുമാരൻ എന്താണ് പറഞ്ഞത് നീ അതങ്ങ് കേട്ടാൽ മതി, ഞങ്ങളുടെ രാജകുമാരന് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തേ പറ്റൂ. അദ്ദേഹം വിവാഹത്തിന് വേണ്ടി പോവുകയാണ്. ഈ വഴി ചെന്ന് ചേരുന്നിടത്തൊരു രാജകുമാരിയുണ്ട്. അവൾ ആകാശത്ത് മേഘമാലകൾക്കിടയിൽ ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. അവളുടെ പിതാവ് ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്ന് ഞങ്ങളുടെ രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ മകളെ ചെന്ന് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ രാജകുമാരന് മനസ്സിലായി ഇത് തൻ്റെ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന ഘോഷയാത്രയാണെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഈ പഴങ്ങൾ ഞാൻ വേണമെങ്കിൽ തരാം, പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണം, എനിക്ക് കുറച്ച് ഭക്ഷണവും തരണം. അപ്പോൾ ഈ പടയാളി തൻ്റെ കൂട്ടാളികളോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് സമ്മതിച്ചു. കുതിരപ്പുറത്ത് ഇവനെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇവരുടെ ഒപ്പം കുതിരപ്പുറത്ത് ഇവനെ കൂടി ഇവർ കൊണ്ടുപോയി. പകരമായിട്ട് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ പഴങ്ങൾ ഇവൻ ഈ രാജകുമാരന് കൊടുക്കുകയും ചെയ്തു.
രാജകുമാരനാണെങ്കിൽ കിട്ടിയ പാടെ ഈ പഴങ്ങൾ മുഴുവൻ അങ്ങ് തിന്നു. അത് കഴിഞ്ഞ് തേരിലല്ലേ ഇരിക്കുന്നത്, നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല സുഖം. അയാൾ തേരിൽ കിടന്നുറങ്ങി. ഉണർന്നപ്പോൾ താടിയും മുടിയും ഒക്കെ വളർന്ന് തലയിൽ വലിയ കൊമ്പും ഒക്കെ ഉള്ളൊരു ഭീകര സത്വമായിട്ട് അവൻ മാറി. ഇത് കണ്ട പടയാളികൾ ആകെ പേടിച്ചു പോയി. രാജകുമാരനാണെങ്കിൽ പറഞ്ഞു, ഈ പഴങ്ങൾ തന്ന ആളെ ഉടൻ തന്നെ കൊണ്ടുപോവാ, അവനെന്തോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടയാളികളെല്ലാം കൂടെ പോയി നമ്മുടെ രാജകുമാരനെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇതേ പഴങ്ങളാണ് കഴിക്കുന്നത്, എനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ലല്ലോ. ഇത് നിങ്ങളുടെ രാജകുമാരൻ്റെ കുഴപ്പമാണ്. കാരണം ഈ നാടുണ്ടല്ലോ, നിങ്ങൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ താടിയും മുടിയും ഒക്കെ വരികയും കൊമ്പ് വരുകയൊക്കെ ചെയ്യും. ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാജകുമാരനാകെ വിഷമമായി. വിവാഹം കഴിക്കാൻ പോവുകയാണ്, അവിടെ ഈ വേഷത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾ നമ്മളുടെ രാജകുമാരനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനെന്തായാലും വിവാഹത്തിന് പോവുകയാണ്, ഈ വേഷത്തിൽ എനിക്ക് പോയി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിന്നെ കാണാൻ സാമാന്യം കൊള്ളാം, അതുകൊണ്ട് നീ എനിക്ക് പകരം ഈ രാജ്യത്ത് പോയി ഇവിടെ വിവാഹം കഴിക്കണം. ഞാനിവിടെയെങ്കിലും ഒളിച്ചിരുന്നോളാം. എന്നിട്ട് നീ വിവാഹം കഴിക്കുന്ന രാജകുമാരി എൻ്റെ രാജ്യത്ത് കൊണ്ട് നാക്കിയിട്ട് പൊക്കോ. വിവാഹം കഴിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൊമ്പുണ്ടെന്നോ രോമമുണ്ടെന്നോ ഒക്കെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, അവൾ അങ്ങ് സഹിച്ചോളും. മാത്രമല്ല എനിക്ക് പിന്നെ എന്തെങ്കിലും മരുന്നൊക്കെ ചെയ്ത് മാറ്റാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മുടെ രാജകുമാരൻ സമ്മതിച്ചു. അങ്ങനെ അവന് ഈ വിവാഹ ഘോഷയാത്രയ്ക്കൊപ്പം ഈ രാജകുമാരൻ്റെ രാജ്യത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഈ കൊമ്പുള്ള രാജകുമാരൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയും ഇവൻ താനാണ് രാജകുമാരൻ എന്ന ഭാവേന രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുഖം കാണിക്കുകയും ചെയ്തു. രാജാവിന് തൻ്റെ പുതിയ മരുമകനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചയപ്പിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ ഇങ്ങനെ ഒരു കുതിരപ്പുറത്ത് വന്ന രാജകുമാരൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയും ചെയ്തു. ഇനി എപ്പോഴെങ്കിലും അവൻ വരികയാണെങ്കിൽ ഇവൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാനക്കേടുണ്ടാകുന്നതിന് മുമ്പ് അവളെ വേഗം വിവാഹം കഴിപ്പിക്കുക എന്ന് കരുതിയാണ് അദ്ദേഹം ഈ രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. എന്നാൽ ഈ രാജകുമാരി ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യമില്ല. രാജകുമാരൻ അവളെ കാണാൻ ചെന്നു. പക്ഷേ അവൾ അദ്ദേഹത്തിനോട് സംസാരിക്കാനോ മുഖത്തേക്ക് നോക്കാനോ തയ്യാറായില്ല. അപ്പോൾ രാജകുമാരൻ അടുത്ത് ചെന്നിട്ട്, ഇത് ഞാനാണ്, നീ പേടിക്കണ്ട, നീ മുഖഭാവം ഒന്നും മാറ്റണ്ട, നീ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഇരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം പോകാൻ നേരത്ത് നമ്മുടെ കുതിരയെ തിരിച്ചു തരണമെന്ന് പറയണം എന്ന് പറയും. അങ്ങനെ രാജകുമാരി അന്നേരം മുതൽ ഈ രാജകുമാരനോട് സംസാരിക്കുകയും അവനോട് നന്നായിട്ട് ഇടപെടുകയൊക്കെ ചെയ്തു. അപ്പോൾ രാജാവിന് സന്തോഷമായിപ്പോയി. തൻ്റെ മകൾക്ക് പുതിയ വരനെ ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ വളരെ ആഘോഷമായിട്ട് വിവാഹമൊക്കെ നടന്നു. വിവാഹം നടന്നു കഴിഞ്ഞിട്ട് തൻ്റെ ഭർതൃഗ്രഹത്തിലേക്ക് പോകാനിറങ്ങിയ രാജകുമാരി പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവില്ല, എനിക്ക് അങ്ങ് സമ്മാനമായിട്ട് എൻ്റെ കുതിരയെ തിരിച്ചു തരണം. രാജാവ് പറഞ്ഞില്ല, ഞാനത് തിരിച്ചു തരാനൊന്നും പോകുന്നില്ല, നീ അതില്ലാതെ അങ്ങ് പോയാൽ മതി. അപ്പോൾ രാജകുമാരി പറഞ്ഞില്ല, അതില്ലാതെ ഞാൻ ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കില്ല. അങ്ങനെ രാജാവും രാജകുമാരിയും കൂടെ വലിയ വഴക്കായി. അപ്പോൾ മന്ത്രിമാർ വന്നു പറഞ്ഞു, ഒരു കാളിപ്പാട്ടാണെന്ന് അങ്ങ് കരുതിയാൽ മതി, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ, അത് അവളെടുത്തോട്ടെ. അങ്ങനെ നിലവറയിൽ എവിടെയോ പൂട്ടിയിട്ടിരുന്ന ഈ കുതിരയെ രാജാവ് കൊണ്ടുവന്ന് രാജകുമാരിക്ക് കൊടുത്തു. കുതിരയെ കിട്ടിയതും രാജകുമാരിയും രാജകുമാരനും കൂടി കുതിരപ്പുറത്തേക്ക് ചാടിക്കയറുകയും അവരവിടെ നിന്ന് ഉടൻ തന്നെ സ്വന്തം രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പായിട്ട് ഉണങ്ങിയ പഴങ്ങൾ ഈ പഴയ രാജകുമാരന് കൊടുത്തിട്ട് അത് കഴിച്ച് കൊമ്പും രോമവും ഒക്കെ മാറ്റിക്കൊള്ളാൻ നമ്മുടെ രാജകുമാരൻ അവനോട് പറയുകയും ചെയ്തു. അതിനുശേഷം അവൻ തൻ്റെ രാജകുമാരിയുമായിട്ട് വേഗം പറന്ന് സ്വന്തം രാജ്യത്തെത്തി. അവിടെ എത്തിയപ്പോൾ വലിയൊരു കഴിമരത്തിൽ നമ്മുടെ മൂശാരിയെ തൂക്കിലിടാൻ പോവുകയായിരുന്നു. രാജകുമാരൻ വേഗം ചെന്നിട്ട് പറഞ്ഞു, അയ്യോ അച്ഛാ, അദ്ദേഹത്തിന് ഒന്നും ചെയ്യരുത്. രാജാവിനെ തൻ്റെ മകനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, മകനെ നീ കാര്യത്തിൽ ഇടപെടണ്ട, നിന്നെ ഇത്രയും കാലം കാണാതിരിക്കേണ്ടി വന്നു, നിനക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ വല്ലാതെ വിഷമിച്ചു, ഈ വിഷമത്തിനൊക്കെ കാരണം ഇവനാണ്, ഇവന് തക്കതായ ശിക്ഷ കൊടുത്തേ തീരൂ. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അല്ല, ആ കുതിര കാരണം എനിക്ക് ഒരു വധുവിനെ കിട്ടി, ആ കുതിര കാരണം എനിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ടായി, ആ കുതിര കാരണം ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടു, അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിനെ ഉപദ്രവിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. അദ്ദേഹം നിർമ്മിച്ചു കൊണ്ട് വന്നതെന്തോ അതാണ് ഈ ആശാരി നിർമ്മിച്ചതിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. രാജകുമാരൻ്റെ സുന്ദരിയായ വധുവിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇത് സത്യമാണ് എന്ന് ബോധ്യമായി. അങ്ങനെ രാജാവ് ഈ മൂശാരിയോട് ക്ഷമിക്കുകയും അയാൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കുകയും ചെയ്തു. രാജകുമാരിയും രാജകുമാരനും പിന്നീടുള്ള കാലം സുഖമായിട്ട് ജീവിച്ചു. ഈ കഥ കേട്ടാൽ കരിമര കുതിര തുടങ്ങിയ കഥകളുമായിട്ട് സാമ്യമുണ്ടെന്ന് എനിക്കറിയാം. പല രാജ്യങ്ങളിലും ഒരേ കഥകൾ പല രീതികളിലും പല പേരുകളിലും പ്രചാരത്തിലുണ്ട്. വായിക്കുമ്പോൾ കുറേയൊക്കെ സാമ്യം തോന്നുമെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തതയുള്ളതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.